കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പ്രതി തടവ് ചാടി. മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട കൊയ്യോട് സ്വദേശി ഹർഷാദാണ് തടവ് ചാടിയത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സജോ, ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണല്ലോ. തടവ് പുള്ളി എങ്ങനെയാണ് തടവ് ചാടിയത്? പോലീസ് എന്താണ് ഈ കാര്യത്തിൽ നൽകുന്ന വിശദീകരണം? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, ഇന്ന് രാവിലെ 6:45 കൂടിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാരനായ കൊയ്യോട് സ്വദേശി ഹർഷാദ് ജയിൽ ചാടിയത്. ഇത് ഒരു സുരക്ഷാ വീഴ്ച ഇക്കാര്യത്തിലുണ്ടൊപ്പം ആസൂത്രിതവുമായിരുന്നു എന്നതാണ്. ഈ സാധാരണ സെൻട്രൽ ജയിലിലെ പല ജോലികളും ശിക്ഷിക്കപ്പെട്ട തടവുകാർക്ക് വീതിച്ചു നൽകാറാണ് പതിവ്. അവിടെ ജീവനക്കാരുടെ ഒരു കുറവൊക്കെയുണ്ട്. അല്ലാതെ തന്നെയും അവർക്ക് ഓരോ ജോലികൾ നിശ്ചയിച്ചിട്ടുണ്ടാകും. അതനുസരിച്ച് രാവിലെ പത്രം എടുക്കേണ്ടുന്ന ജോലിയും കുറച്ച് കാലമായി ഹർഷാദാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പത്രക്കെട്ട് ജയിലിന് ഏറ്റവും പുറത്തെ മതിൽക്കെട്ടിലേക്കാണ് പത്രം ഇടുക. അങ്ങോട്ടേക്ക് പ്രധാന ഗേറ്റ് കടന്ന് എത്തണം. പുറത്തെ ഗേറ്റ് എപ്പോഴും തുറന്നായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. രാവിലെ പലതരം വാഹനങ്ങളും മറ്റും വന്നു പോകേണ്ടതുള്ളതുകൊണ്ട് പതിവ് പോലെ ഉദ്യോഗസ്ഥരൊക്കെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഇദ്ദേഹം പോകുന്നു. പത്രം എടുക്കാനുള്ള പതിവ് ജോലിക്കാണ്. അങ്ങനെ പുറത്തേക്ക് എത്തുന്നു. ഗേറ്റിൻ്റെ അടുത്തെത്തി പത്രം എടുക്കാനെന്ന വ്യാജന നിൽക്കുന്നു. ആ സമയത്ത് ഗേറ്റിനടുത്ത് ഒരു ഇരുചക്ര വാഹനം വന്നു നിൽക്കുന്നു. ആ ഇരുചക്ര വാഹനത്തിൽ കയറി ഇദ്ദേഹം രക്ഷപ്പെട്ടു പോവുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് ജീവനക്കാർ മനസ്സിലാക്കുന്നത്. പിന്നാലെ കണ്ണൂർ ടൗൺ പോലീസിൽ വിവരം അറിയിക്കുകയും പരാതി നൽകുകയും ചെയ്തു. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ കണ്ടുകിട്ടിയിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ശ്രദ്ധിക്കേണ്ടത്, ഇദ്ദേഹം ആ സമയത്ത് പത്രക്കെട്ടെടുക്കാൻ 6:45 പതിവ് പോലെ 6:45 ചെല്ലുന്നതാണ്. ആ സമയത്ത് തന്നെ ഒരു ഇരുചക്ര വാഹനം എത്തുന്നു. ജയിലിൽ നിന്ന് പതിവായി മൊബൈൽ ഫോണുകൾ പിടിക്കാറുള്ളതാണ്. ജയിലിനകത്ത് നിന്ന് മൊബൈൽ ഫോൺ വഴി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇത് ആസൂത്രിത സ്വഭാവത്തിലുള്ളതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും വിധമാണ് അദ്ദേഹത്തിന് കൃത്യമായി അവിടെ ഇരുചക്ര വാഹനം വന്നു നിൽക്കുന്നു. അതിൽ കയറി രക്ഷപ്പെടുന്നു. അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ച് നിരന്തരമായ ആക്ഷേപമാണ്. കഴിഞ്ഞ തവണ റെയ്ഡ് നടത്തിയപ്പോഴും നിരവധി മൊബൈൽ ഫോണുകൾ പിടികൂടിയിരുന്നു. ഇദ്ദേഹം 10 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട, അതായത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി MDMA കച്ചവടം നടത്തുന്നതിനിടെ തൊണ്ടി മുതലടക്കം പിടിക്കപ്പെട്ട പ്രതിയാണ്. NDPS കേസ് വന്നു. പിന്നീട് 10 വർഷം തടവിന് ശിക്ഷിച്ചും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയുമാണ്. ഇങ്ങനെ പലതരം. എന്ന് മുതലാണ് ഹർഷാദ് ജയിലിൽ ഉണ്ടായിരുന്നത്? എത്ര കാലമായി ഹർഷാദ് ജയിലിലായിട്ട്? ഗോപികൃഷ്ണൻ, 1.5 വർഷത്തോളമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ തന്നെയാണ് ഹർഷാദ് ഉള്ളത്. ശിക്ഷിക്കപ്പെട്ടു. അതിന് മുൻപും കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ട്. പിന്നീട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷ ലഭിച്ച് ആദ്യം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ 1.5 വർഷമായും നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ ഇനി വഴിയെ പരിശോധിക്കാം. ഹർഷാദ് 10 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട, മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ്. തടവ് ചാടിയിരിക്കുന്നത്. വെൽഫെയർ ഓഫീസിലായിരുന്നു ഹർഷാദ് അവിടെ ഉണ്ടായിരുന്നത്. പത്രക്കെട്ടെടുക്കുന്നതിന് മറവിൽ ജയിലിൽ പുറത്തു കടന്ന് ഒരു ബൈക്കിൽ കയറി പോവുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. സജോ ദേവസ്യ വിവരങ്ങൾ നൽകുകയായിരുന്നു.